എല്ലാവർക്കും വിനീത നമസ്കാരം. നമ്മുടെ വീടിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് ടോയ്ലറ്റ്, അപ്പോൾ അതിന് കുഴിയെടുക്കണം, നിർബന്ധമാണ്. എവിടെ എടുക്കും? പല ആളുകളും പറയുന്നത്, വാസ്തുവിദഗ്ധന്മാർ പലരും പറയുന്നത്, ആ ഭാഗത്ത് കുഴി പാടില്ല, ഈ ഭാഗത്ത് കുഴി പാടില്ല, 8 ദിക്കിൽ കുഴി പാടില്ല, 4 ദിക്കിൽ കുഴി പാടില്ല, സെൻറ്ററിൽ കുഴി പാടില്ല. ഏത് ഭാഗത്താണ് പിന്നെ കുഴി പാടുള്ളത്? ആകാശത്ത് കൊണ്ടുപോയി നമുക്ക് സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കാൻ സാധിക്കും, ആകാശത്ത് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു 5 സെൻറ്റോ 10 സെൻറ്റോ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ എവിടെ സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കുക? പിന്നെ അയൽവക്കക്കാരൻ്റെ തൊടിയിൽ കൊണ്ടുപോയി നമുക്ക് സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കാൻ സാധിക്കും. സർക്കാരിൻ്റെ റോട്ടിൽ പോയി നമുക്ക് സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് നമുക്ക് ചുമരിൽ ഉണ്ടാക്കാൻ പറ്റുമോ? വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുമോ? എവിടെ ഉണ്ടാക്കുന്നു? ഈ വാസ്തു തട്ടിപ്പുകാർ പറയുന്നതാണിത്. നമ്മൾ ഉണ്ടാക്കുന്ന വീടിൻ്റെ, നമ്മുടെ കിണറിൻ്റെ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി, അതിൻ്റെ അകലമൊക്കെ നോക്കി, അതിനനുസരിച്ച് വാസ്തു ശാസ്ത്രത്തിലെ പ്രധാന ഭാഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വീടിൻ്റെ ഏതു ഭാഗത്തും സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കാവുന്നതാണ്. കാരണം ഒരു വാസ്തു സ്ഥലത്ത് നമ്മൾ വീട് വയ്ക്കുമ്പോൾ അത്യാവശ്യമാണ് സെപ്റ്റി ടാങ്ക്, അതുപോലെ വേസ്റ്റ് കുഴി, വെള്ളക്കുഴി, കിണർ, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗം അത്യാവശ്യമാണ്, നിർബന്ധമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇത് നമുക്ക് വായുവിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പം അതിനും ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ഭാഗത്ത് ആയാൽ മറ്റു പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് സെപ്റ്റി ടാങ്ക്, അതുപോലെ വേസ്റ്റ് കുഴികളൊക്കെ ഉണ്ടാക്കാൻ. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ കിണർ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം, അതിൻ്റെ നീര് തീർച്ചയായിട്ടും ആ കിണറ്റിലേക്കായിരിക്കും അതിൻ്റെ നീരൊഴുക്കുണ്ടാവുക. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടും 8 ദിക്കിലെ പ്രധാന രേഖകൾ മാറിക്കൊണ്ടും മധ്യസ്ഥാനം ഒഴിവാക്കിക്കൊണ്ടും ബാക്കി അനവധി സ്ഥലം നമ്മുടെ ചുറ്റുപാടുണ്ട്. ആ ഭാഗത്ത് മറ്റുള്ളതിന് ദോഷമില്ലാത്ത രീതിയിലുള്ള കുഴികളും നിർമ്മാണങ്ങളും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും നടത്താവുന്നതാണ്. അതിനും ചില നിയമങ്ങൾ വാസ്തുശാസ്ത്രത്തിലുണ്ട്. ആ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വാസ്തുശാസ്ത്രത്തിലുണ്ട് എന്ന് പറയുമ്പോഴും നമുക്ക് പാടില്ലാത്ത സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ പറ്റുന്ന സ്ഥലവും പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതാണ് ശാസ്ത്രം. യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത്? മനുഷ്യൻ്റെ സുഖകരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മനുഷ്യൻ്റെ ആയാലും പ്രകൃതിയുടേതായാലും ശരിയായ വളർച്ചയ്ക്കും ശരിയായ ഉന്നമനത്തും സമൃദ്ധമായിട്ടുള്ള അന്തരീക്ഷത്തിനുമാണ് ശാസ്ത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും ശാസ്ത്രങ്ങൾ ഉപദ്രവം ഉണ്ടാക്കാനുണ്ടായതല്ല. ഈ വാസ്തുശാസ്ത്രമൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇതൊരു ഉപദ്രവകാരിയായിട്ടുള്ള ശാസ്ത്രമായിട്ട് മാറിയിട്ടുണ്ട്. ജനങ്ങൾക്കിപ്പോൾ
ആ ഒരു അവസ്ഥയിലേക്കാണ്. വാസ്തുശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഇപ്പോൾ ഭയമായിട്ടുണ്ട്. കാരണം വാസ്തു നോക്കിക്കൊണ്ടൊരു വീടും വയ്ക്കാൻ കഴിയില്ല, വാസ്തു നോക്കിക്കൊണ്ടൊരു വീടും വയ്ക്കാൻ കഴിയില്ല. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വാസ്തു നോക്കണ്ട, വാസ്തു നോക്കണ്ട. വാസ്തു നോക്കണം എന്ന് തന്നെയാണ് നമ്മുടെ പക്ഷം. പക്ഷെ എവിടെ നോക്കണം, എങ്ങനെ നോക്കണം? അതൊരിക്കലും നിർമ്മാണം നടത്താൻ പറ്റാത്ത രീതിയിലുള്ള നോക്കലായിരിക്കരുത്. മറ്റുള്ളതിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ളതായിരിക്കരുത് ആ ശാസ്ത്രം. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ഓരോ വിഷയങ്ങൾക്കനുസരിച്ചുമാണ് നമ്മളത് പറയേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതും. അത് ഓരോ സമയത്തും ഓരോ ആവശ്യമനുസരിച്ച്, ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് എവിടെ വേണം എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാവുന്നതാണ്. അത് നമ്മുടെ വീടിൻ്റെ ആകാരത്തിനോ നമ്മുടെ വീടിൻ്റെ കോർങ്ങേടുണ്ടാവുന്ന രീതിയിലോ നമ്മുടെ ഭൂമിക്ക് കോർങ്ങേടുണ്ടാവുന്ന രീതിയിലോ നമ്മളെ നീരൊഴുക്കിന് നമ്മളെ മറ്റു നിർമ്മാണത്തിന് തടസ്സങ്ങൾ ഉണ്ടാവുന്ന രീതിയിലോ ഉണ്ടാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് കുഴി, കിണർ, അതുപോലെ മറ്റു ജലാശയങ്ങളൊക്കെ നമുക്ക് ആവശ്യം തന്നെയാണ്. അതിന് എല്ലാമുള്ള സ്ഥലവും ഈ വാസ്തുവിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിൻ്റെ നിർമ്മാണം നടത്തി ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. അതിനുള്ള അറിവുകൾ നമുക്ക് ഓരോ വീഡിയോയിലും നമുക്ക് പങ്കുവയ്ക്കാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.